കഴിഞ്ഞ ദിവസമാണ് ഇറാനെതിരെയുള്ള വാരാന്ത്യ ആക്രമണം താൻ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. അതിന് പിന്നിൽ ടെഹ്റാന്റെ അഭ്യർത്ഥനയാണ് എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. കാരണം ടെഹ്റാൻ നിരന്തരം വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു, ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇറാന്റെ പല മേഖലകളും നശിപ്പിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു ആക്രമണം താങ്ങാനുള്ള ശേഷി അവർക്കില്ല എന്നൊക്കെ ട്രംപ് മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച്, അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച്, മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയിലെ നിയുക്ത രാജകുമാരൻ അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ട്രംപ് ആക്രമണത്തിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സൗദി രാജകുമാരൻ ട്രംപുമായി സംസാരിച്ചു എന്ന് സൗദി പ്രസ് ഏജൻസിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇത് മേഖലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സമാധാനം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിന് നയതന്ത്ര പരിഹാരങ്ങൾ ആവശ്യമാണ് എന്ന് മാത്രമല്ല, ഈ ഇറാന്റെ തുടർച്ചയായ ആക്രമണം സൗദിയുടെ ഗൾഫ് രാജ്യങ്ങളുടെ ഓയിൽ സുരക്ഷത്തെ ബാധിക്കുന്നു, ഊർജ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നു എന്ന തരത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. അത് മാത്രമല്ല, മുഹമ്മദ് ബിൻ സൽമാൻ അല്ലെങ്കിൽ സൗദി മാത്രമല്ല, പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ എല്ലാം, അവർ മാത്രമല്ല പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ, സൗദി, ഖത്തർ, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപുമായി സംസാരിക്കുകയും മറ്റും ചെയ്തു. ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ പഴയ പടിയിലേക്ക് കാര്യങ്ങൾ എത്തൂ എന്ന് അഭ്യർത്ഥിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. തുടർന്നാണ് ആ സമ്മർദ്ദത്തിൽ ട്രംപ് ആക്രമണം അവസാനിപ്പിച്ചത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഈ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ വിചിത്രമാണ് പലപ്പോഴും. എന്നും ഇറാൻ അഭ്യർത്ഥിച്ചു, ഇറാൻ തങ്ങളുടെ കാല് പിടിച്ച് കരയുന്നു, ഇറാൻ കേഴുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു മറുപടിയും ഇറാൻ്റെ ഭാഗത്തുണ്ടായില്ല. അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ചെന്നുപെട്ട ഒരു ട്രാപ്പുണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്. കാരണം ഇറാൻ്റെ പല ഭാഗങ്ങളും തകർക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഇറാൻ്റെ തിരിച്ചടി വളരെ സങ്കീർണമാണ്, പല മേഖലകളെ ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ അടക്കം. അത് വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നു. ആ രാജ്യങ്ങൾ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. അവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഒരു പരിധിവരെ ട്രംപിന് സാധിക്കുകയുമില്ല. സംഭവിച്ചത് യഥാർത്ഥത്തിൽ വലിയ സമ്മർദ്ദമാണ് എന്ന് കരുതേണ്ടേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുക, ഇപ്പോൾ സൗദിയുടെ ആവശ്യത്തിന് വഴങ്ങുക, അങ്ങനെ പലപ്പോഴും ഈ സഖ്യരാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന നിലയിലേക്ക് ട്രംപിൻ്റെ നിലപാടുകൾ മാറുന്നു, അമേരിക്കയുടെ നയങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സൗദി ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് ഇടയാക്കിയ കാര്യം, സൗദിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഹോർമൂസ് വഴി അവർക്ക് ചരക്ക് നീക്കം സാധ്യമല്ല. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയാണ് ചെങ്കടൽ വഴിയുള്ള സൗദിയുടെ ഒരു തീരം, അവർക്ക് സുയസ് വഴി അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അടക്കം അവർക്ക് സർവീസ് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് ഹൂത്തികളുടെ ആക്രമണം ഒരു വശത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നൊരു സാധ്യത സുയസ് വഴി യൂറോപ്പിലേക്കുള്ള കയറ്റുമതി അല്ലെങ്കിൽ ആഫ്രിക്ക ചുറ്റി വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ സാധ്യതയും അടഞ്ഞു എന്നതാണ്. അത് സൗദിയുടെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. അത് ഈജിപ്തിൻ്റെ തീരത്താണ്, ഈജിപ്റ്റ് മേഖലയിലാണ് ഈ യൂറോപ്പിലേക്ക് പോകുന്ന, മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് പോകുന്ന ആ വശത്ത് സൗദിയുടെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. അതായത് 3 വശത്തു നിന്നും സൗദി ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ രീതികൾ മാറി. ഇറാൻ്റെ ആക്രമണം ഹോർമൂസിൽ ഉള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ സൗദിയിലേക്കുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ചെങ്കടലിലും മെഡിറ്ററേനിയനിലുമായി സൗദിയെ വളഞ്ഞിട്ടടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അത് ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ, സായുധ ഗ്രൂപ്പുകളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ഈജിപ്തിൻ്റെ സമീപത്ത് ആരാണ് ഈ സൗദി കപ്പലുകളെ ആക്രമിച്ചത് എന്നതിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ ആക്രമണമാണെന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സൗദി രാജകുമാരൻ്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ സൽമാൻ അങ്ങനെ ഒരു ആവശ്യം ട്രംപിനോട് മുന്നോട്ട് വയ്ക്കുന്നത്, തൽക്കാലത്തേക്ക് വെടിനിർത്തൽ എന്ന കാര്യം. അവിടെ ട്രംപിൻ്റെ തൊട്ട് മുൻപത്തെ പ്രസ്താവന കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഇറാനിലേക്ക് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണ് അമേരിക്കൻ പൗരന്മാർ, അത് പശ്ചിമേഷ്യയിലുള്ള അമേരിക്കൻ പൗരന്മാർ US-ലേക്ക് മടങ്ങണം എന്ന ഒരു നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം, മുന്നറിയിപ്പ് നൽകി അവിടുത്തെ പൗരന്മാരെ, സൈനികർ ഒഴികെയുള്ള ആളുകളെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അവിടെയാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു സമ്മർദ്ദം വരുന്നത്. അവിടെ സൗദി വന്നുപെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി തൽക്കാലം മറികടക്കുക എന്നത് തന്നെയാണ് സൗദിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുന്നത്. ഇപ്പോഴും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടി രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വന്നിട്ടുണ്ട്. ഇന്ന് വീണ്ടും
വമ്പൻ ആക്രമണങ്ങൾ റദ്ദാക്കിയതിന് പിന്നാലെ ഇന്ന് പുതിയ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് US പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഞായറാഴ്ച ഇന്നലെ എയർഫോഴ്സ് വണ്ണിൽ വിമാനത്തിൽ വെച്ച് ഇന്നലെ വൈകി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. ഇന്നിപ്പോൾ ചർച്ചകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഉച്ചയോടെ അത് ആരംഭിക്കും. ഒരു കരാറിന്റെ അടിസ്ഥാന വ്യവസ്ഥകളിൽ ധാരണയായതിനാൽ ആക്രമണം നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇറാനും മിഡിൽ ഈസ്റ്റിലെ US സഖ്യകക്ഷികളും തന്നോട് അഭ്യർത്ഥിച്ചിരുന്നതായി ട്രംപ് പറയുകയാണ്. അത് മാത്രമല്ല, പക്ഷേ കരാർ എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇപ്പോൾ നമുക്ക് യുദ്ധം ആരംഭിച്ച ശേഷം വിനോദ് എത്രാമത്തെ തവണയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് സംസാരിക്കുന്നത്, ചർച്ചകളുമായി ബന്ധപ്പെട്ട് ട്രംപ് സംസാരിക്കുന്നത്? ട്രംപിന്റെ വിശ്വാസ്യത പോലും ഇല്ലാത്ത തരത്തിലാണ് പല പ്രസ്താവനകളും. ചർച്ചയെന്ന് പറയും, സമാധാനമെന്ന് പറയും, പക്ഷേ അടുത്ത ദിവസം ആക്രമണം പുനരാരംഭിക്കും, പിന്നെ അവസാനിക്കും, വീണ്ടും ചർച്ചകൾ എന്ന് പറയും. ഇതല്ലാതെ ഇറാന്റെ പ്രതികരണമില്ലാതെ, ഇറാന്റെ സമ്മതമില്ലാതെ ഒരു കരാറിലെത്തുക നടക്കുന്ന കാര്യമല്ല. അവിടെ ഹോർമുസിൽ അവർ കാര്യങ്ങൾ കളിപ്പിക്കുകയാണ്. രഞ്ജിത്ത്, അവിടെ തന്നെയാണ് ഇറാൻ്റെ നിലപാട് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യം. അവർ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഹോർമൂസിൻ്റെ കാര്യത്തിൽ അവർക്കുള്ള പരമാധികാരം വിട്ടുകളിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ്. ട്രംപ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയതാണ്, ഇന്ന് ചർച്ച നടക്കും എന്നത്. പക്ഷേ ചർച്ചയുടെ സ്ഥലമോ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും, നേരത്തെയൊക്കെ നടന്നതുപോലെ ഓൺലൈൻ വഴിയുള്ള ചർച്ചയായിരിക്കുമോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. മാർക്ക് റൂബിയോ ഉൾപ്പെടെ US സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അവർ ഒക്കെ തന്നെ ഈ ആശയവിനിമയങ്ങളാണ് പലപ്പോഴും, ടെലിഫോൺ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള ആശയവിനിമയമോ ഒക്കെയാണ് പലപ്പോഴും നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ കുഷ്ണറൊക്കെ ഉണ്ട്, ഈ അമേരിക്കയുടെ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികൾ. അവർ പലപ്പോഴും ചർച്ചകൾ ഓൺലൈനായി നടത്തുന്നു. ഒരു പക്ഷേ ഇന്ന് ട്രംപ് പറയുന്ന കാര്യം അല്ലെങ്കിൽ പ്രത്യാശ വെച്ച് പുലർത്തുന്നത് ഇന്നത്തെ ചർച്ച ഈ തരത്തിൽ ഇറാൻ്റെ പ്രതിനിധികളുമായി നടക്കും, അല്ലെങ്കിൽ തുർക്കിയുടെയോ പാകിസ്ഥാൻ്റെയോ ഒക്കെ തന്നെ പ്രതിനിധികളുമായി വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത, ഇതൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാൻ ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. മാത്രമല്ല, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയുടെ ഭാഗത്ത് നിന്ന് തുടരെ അമേരിക്കയും ട്രംപിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അരഗാച്ചി പറയുന്നത് ട്രംപ് പ്രത്യക്ഷമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയും രഹസ്യമായി ഈ ചർച്ചയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുകയാണ്. പല രാജ്യങ്ങൾ വഴി ഇങ്ങനെ തങ്ങളെ സമീപിക്കുന്നുണ്ട്, ചർച്ച നടത്തണം എന്ന ആവശ്യവുമായി. ഇങ്ങനെ ഇരട്ടത്താപ്പുമായി അമേരിക്ക മുന്നോട്ട് പോകുന്നുവെന്ന ഒരു പരിഹാസമാണ് അരഗാച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ട്രംപിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി, അല്ലെങ്കിൽ ഇന്നലെ നടത്തിയ പ്രസ്താവനയുടെ തുടർന്നുള്ള ഒരു ഭാഗം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ, സമാധാനപരമായ ഒരു കരാറിനുള്ള സാധ്യത ഇതാ മുന്നോട്ട് വയ്ക്കുന്നു, ചർച്ചയിലേക്ക് പോകാനുള്ളൊരു അവസരം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിന് തയ്യാറായിട്ടില്ലെങ്കിൽ വീണ്ടും കനത്ത ആക്രമണം ഇറാൻ നേരിടേണ്ടി വരും എന്നൊരു ഭീഷണിയാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, പലപ്പോഴും ട്രംപ് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് അയയുകയും വീണ്ടും ഭീഷണിപ്പെടുത്തുകയും വീണ്ടും അയയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അവിടെയാണ് ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഒരുപക്ഷെ കരയുദ്ധത്തിലേക്കൊക്കെ പോയാൽ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും, അത് അവർ വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇറാനെ കൂടുതൽ സാമ്പത്തിക ഉപരോധത്തിൽ ആക്കിക്കൊണ്ട് അവരുടെ ദൈനംദിന ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുക. കാരണം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, അവിടുത്തെ പണപ്പെരുപ്പത്തിൻ്റെ തോത് ഒരു ഇന്ത്യൻ രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ 8.5 ലക്ഷം രൂപ വേണം. അവിടെ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ ഇന്ത്യൻ മണി 8.5 ലക്ഷം രൂപ, അങ്ങനെയാണ് അതിൻ്റെ മൂല്യം മാറിയിരിക്കുന്നത്. അവരുടെ റിയാൽ വല്ലാതെ ഇടിഞ്ഞിരിക്കുന്നു. പണപ്പെരുപ്പത്തിൻ്റെ തോത് 87%. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2016 ഇറാൻ പണപ്പെരുപ്പത്തിൻ്റെ തോത് വെറും 7% അതിൽ നിന്നാണ് ഇപ്പോൾ 80% കൂടി വർദ്ധിച്ച് 87% എന്ന നിലയിലേക്ക് പോയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.